കെ എം മാണിയെ കടന്നാക്രമിക്കാനും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് കൃത്യമായ മറുപടി നൽകാനുമാണ് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ശ്രമിച്ചത്. ബാർക്കോഴ പോലുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പെട്ടെന്ന് ഉണർന്നെണീക്കേണ്ടതാണ്. എന്നാൽ മന്ത്രി കെ എം മാണിക്കും UDF-നുമെതിരെ സമരം നടത്താൻ വൈകിയത് വീഴ്ചയാണെന്ന് പന്ന്യൻ ചൂണ്ടിക്കാട്ടി. ഇതുപോലൊരു കോഴ സംഭവം നടന്നിട്ടും അതിന് കാര്യമായ പ്രതികരണം കേരളത്തിൽ ഇല്ല എന്നുള്ളത് അവരെല്ലാം ദുഃഖത്തിലാടുന്നുണ്ട്. അവർ പലരും ഞങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇതുപോലെ ഒരു പ്രക്ഷോഭ സമരത്തിലേക്കും മറ്റ് പരിപാടികളിലേക്കും വരാൻ, യോജിച്ച സമരങ്ങളിലേക്ക് വരാൻ നമുക്ക് താമസിച്ചു പോയെന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ്. ആ വീഴ്ച ഞാൻ ഉൾക്കൊള്ളുന്നു. സമരമുഖങ്ങളിൽ LDF-ന്റെ വിശ്വാസ്യതയ്ക്ക് പോറലേറ്റിരിക്കുന്നു. നമ്മുടെ സമരത്തെക്കുറിച്ച് പൊതുവിലൊരു ധാരണ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്ന പ്രചരണം നാട്ടിലാകമാനം വരുന്നു. ആ പ്രചരണം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. LDF-ൽ മാണിയും കോണിയും വേണ്ട. നിങ്ങളൊക്കെ ഇപ്പോൾ ധരിക്കുന്നവരും മാണിയെ കൊണ്ടുവന്ന് ഈ മുന്നണി പ്രബലപ്പെടുത്താന്ന് ഏറ്റുകൂട്ടലിന് കാര്യമില്ല. ഒരു മാണിയും വേണ്ട, കോണിയും വേണ്ട. ഇടതുമുന്നണിയോടൊപ്പം നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ കക്ഷികൾ മടങ്ങിയെത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം. കൊല്ലത്ത് നമ്മളെ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് സമരം ചെയ്ത് തല്ലുകൊണ്ട് ജയിലിൽ പോയ ആളുകൾ അവർ പല പാർട്ടികൾ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട്. അത്തരം പാർട്ടികൾ ഇപ്പോൾ ആ മുന്നണിയിൽ നിൽക്കാൻ അവരെ മനസ്സനുവദിക്കുന്നില്ല. അത്തരം പാർട്ടികൾക്ക് തിരിച്ചു വരാം. ഇടതുമുന്നണി വിളിക്കണമെന്നാവശ്യപ്പെട്ട LDF കൺവീനർക്ക് താൻ നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്ന പിണറായി വിജയന്റെ ആരോപണത്തിന് മറുപടി ഇങ്ങനെ: ഈ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ പത്രങ്ങൾ അറിയുന്നുണ്ട്. പാർട്ടിൻ്റെ ഓഫീസിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പത്രങ്ങൾ അറിയുന്നില്ലേ? അതൊരു പൊതുമയുള്ള കാര്യമാണ്. മീഡിയ അറിയാത്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ എന്താ ഉള്ളത്? എന്തിനാ അതിലൊക്കെ വലിയ രഹസ്യത്തിന്റെ കാര്യം എന്താ? കെ എം മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം എന്ന ആവശ്യത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ LDF-ൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. ധനവകുപ്പ് ഇതുപോലെ കുത്തഴിഞ്ഞ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ലെന്നും പന്ന്യൻ ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.